ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വന്ദനം. ആവേ മരിയ ഇമ്മാനുവൽ. ടീം വിസ്ഡം ഫയർ DMPM ഇന്ത്യ. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ആഴങ്ങളിലേക്ക് നീക്കി വലയെറിയുക. ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതിലെഴുതിയിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, പ്രകാശമുണ്ടെങ്കിൽ മാത്രമാണ് നിനക്കത് കിട്ടുക. എങ്കിൽ മാത്രം, അതായത് ആഴങ്ങളിലേക്ക് നീക്കി നിനക്ക് ഈ ആഴങ്ങളിലേക്ക് ഇറങ്ങി നിനക്ക് ഈ വചനം വായിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം വേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കണമെങ്കിൽ നീ വിശുദ്ധ ജീവിതം നയിക്കണം. വിശുദ്ധിയുടെ ആത്മാവ് എന്നാണ് പരിശുദ്ധനെ പറ്റി പറയുക. ലൂക്ക 6:39-42 തിരുവചനം പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, അവിടെ 2 വൃക്ഷത്തെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. 2 മനുഷ്യരെ പറ്റിയാണ് അവിടെ പറയുന്നത്. നല്ല വൃക്ഷം അത് പരിശുദ്ധാത്മാവുള്ള മനുഷ്യരാണ്. ചീത്ത വൃക്ഷം എന്ന് പറയുന്നത് അശുദ്ധാത്മാക്കൾ നിറഞ്ഞ മനുഷ്യരാണ്. അവരെയാണ് ദുഷ്ടൻ എന്ന് പറയുക. അപ്പൊ ഈ ദുഷ്ടനെ തേടിയാണ് ഈശോ വന്നത്. അവനെ വിശുദ്ധനാക്കി മാറ്റാൻ വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഈശോയുടെ പറയുന്നൊരു കാര്യമുണ്ട്, കുരുടൻ എങ്ങനെ കുരുടനെ നയിക്കാൻ സാധിക്കും. പിന്നെ ഈശോ പറയുന്നുണ്ട്, നിന്റെ കണ്ണിൽ തടികഷ്ണം വെച്ചുകൊണ്ട് നീ നിനക്ക് മറ്റുള്ളവരുടെ കണ്ണിലെ കരെടുത്ത് കളയാൻ നിനക്ക് എങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞാൽ ഈശോ പഠിപ്പിക്കുന്നതാണ്, നിന്റെ ഉള്ളില് നിന്റെ ഹൃദയത്തിൽ അശുദ്ധാത്മാക്കളെ വെച്ചുകൊണ്ട്, ദുരാത്മാക്കളെ വെച്ചുകൊണ്ട് നിന്റെ ഹൃദയം ഇരുട്ടായിരിക്കെ നീ മറ്റുള്ളവരെ എങ്ങനെ പ്രകാശത്തിലേക്ക് നിനക്ക് കൊണ്ടുവരാൻ സാധിക്കും. വചനമാകുന്ന പ്രകാശമായിട്ട് നീ മാറണമെങ്കിൽ ആദ്യമേ നിന്റെ കണ്ണിലെ നിന്റെ ആ തടിക്കഷ്ണമാകുന്ന ദുരാത്മാക്കളെ നീ ഒഴിവാക്കുവാൻ വിശുദ്ധീകരണത്തിന് വേണ്ടി നീ തയ്യാറെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിനക്ക് കാഴ്ച തെളിയുള്ളൂ. ഇല്ലെങ്കിൽ നീ കുരുടനാണ്. കുരുടൻ എങ്ങനെ കുരുടനെ നയിക്കാൻ സാധിക്കും? ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ? ആ കുഴി എന്ന് പറയുന്നത് അന്ധകാര ഗർത്തമാണ്. അപ്പൊ നീ ഓൾറെഡി ഈ വിശുദ്ധീകരണത്തിന് തയ്യാറെടുത്തില്ലെങ്കിൽ, പരിശുദ്ധാത്മ നിന്റെ ഉള്ളിലില്ലെങ്കിൽ നീ അന്ധനാണ്. നീ നരകത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. നിനക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ആ കൂട്ടായ്മയിലേക്ക് നിന്റെ കൂടെ കൂടുന്നവരും ഓൾറെഡി ഈ അന്ധകാര ഗർത്തത്തിലേക്ക് പതിക്കേണ്ടവരാണ്. അതുകൊണ്ട് വിശുദ്ധീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോടെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, പക്ഷെ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെ ആകും എന്ന് പറഞ്ഞാൽ നമ്മൾ ശിഷ്യരായി മാറിയാൽ, ഈ വിശുദ്ധീകരണത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞാൽ നീ ഗുരുവിനെ പോലെയാകും എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെയാകും. യേശുവായി മാറാനുള്ള നിന്റെ വിളി തിരിച്ചറിയുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്ന, ക്രിസ്തുവാനിൽ ജീവിക്കുന്നു. ക്രിസ്തുവായി മാറാനുള്ള നിന്റെ വിളി തിരിച്ചറിയുക. ഈ നിഗൂഢ രഹസ്യം നീ മനസ്സിലാക്കിയിരിക്കുക. 2 വാക്കുകൾ ഇത് നിനക്ക് ആഴങ്ങളിലേക്ക് നീക്കി വലയേറിയാൻ നിന്നെ സഹായിക്കും. അതായത് നീതിമാനുണ്ട്, ദുഷ്ടനുണ്ട്. ഈ ദുഷ്ടനാണ് നമ്മൾ ആദ്യം പറഞ്ഞ അശുദ്ധാത്മാക്കൾ ഉള്ളിൽ വസിക്കുന്ന, ഹൃദയത്തിൽ വസിക്കുന്ന മനുഷ്യർ, അന്ധകാരം നിറഞ്ഞ മനുഷ്യർ. ഇവരുടെ പ്രവൃത്തി തിന്മ നിറഞ്ഞതാണ്. ഇവരെ തേടിയാണ് കർത്താവ് യേശുക്രിസ്തു കടന്നു വന്നത്. വിശുദ്ധീകരണം എന്നൊരു പദ്ധതിയിലേക്ക് ഇവർ മാറുമ്പോഴാണ് ഇവരെ പതിയെ ഇരുട്ടിൽ നിന്നും ഈശോ പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ആത്മീയ അന്ധത ഒരിക്കലും നമുക്ക് പാടില്ല. എന്റെ ഉള്ളിൽ അന്ധകാരം ഇരിക്കെ ഞാൻ പ്രകാശമുണ്ടെന്ന് ഒരിക്കലും ധരിക്കരുത്. അങ്ങനെയുള്ളൊരു തിരുത്താൻ വളരെ പാടാണ്. ആത്മീയ അന്ധത മറനീക്കി പുറത്തു വരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇമ്മാനുവൽ.